വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാൻ തമിഴ്നാട് ഒരുങ്ങുന്നു. മുഖ്യമന്ത്രി M.K. സ്റ്റാലിൻ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിലാണ് തീരുമാനമെടുത്തത്. നടപടി ജനാധിപത്യ വിരുദ്ധവും തമിഴ്നാട്ടിലെ ജനങ്ങളുടെ താൽപര്യത്തിനെതിരുമാണെന്നാണ് ഈ സർവകക്ഷി യോഗം അഭിപ്രായപ്പെട്ടത്. പ്രതിപക്ഷ പാർട്ടികളായ AIDMK, നടൻ വിജയ് നയിക്കുന്ന തമിഴക വെട്രികഴകം, പട്ടാളി മക്കൾ കക്ഷി, നാം തമിഴർ കക്ഷി തുടങ്ങിയവർ വിട്ടുനിന്ന സർവകക്ഷി യോഗത്തിലാണ് തീരുമാനം. SIR നടത്താൻ നിർദ്ദേശിച്ചിട്ടുള്ള നവംബർ 4 മുതൽ ഡിസംബർ 4 വരെയുള്ള കാലയളവ് വടക്കുകിഴക്കൻ മൺസൂൺ ശക്തമാകുന്ന സമയമാണ്. അതിനാൽ ഗ്രാമീണ കർഷകർക്ക് അപേക്ഷാ ഫോമുകൾ സമർപ്പിക്കാൻ മതിയായ സമയം ലഭിക്കില്ല. റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ മഴക്കെടുതികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനാൽ ഈ സമയം അനുയോജ്യമല്ലെന്നും യോഗം വിലയിരുത്തി. ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണ കേസുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി വിധി വരാനിരിക്കെ തിടുക്കപ്പെട്ട് നടപടിക്രമങ്ങൾ നടത്തുന്നതിലുള്ള ആശങ്കയും യോഗം രേഖപ്പെടുത്തി. നിലവിലുള്ള പോരായ്മകൾ പരിഹരിച്ച ശേഷം സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി സുതാര്യമായ രീതിയിൽ SIR നടത്തണം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മതിയായ സമയം നൽകി മാത്രമേ പരിഷ്കരണം നടത്താവൂ എന്നും പ്രമേയത്തിൽ ആവശ്യപ്പെട്ടു. വോട്ടർ പട്ടികയുമായി ആധാർ ബന്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചിട്ടില്ല. ആധാർ ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് വ്യക്തമായ മറുപടി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രഖ്യാപനത്തിലില്ല. കേന്ദ്ര സർക്കാരിന്റെ പാവയായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കുകയാണെന്നും തമിഴ്നാട്ടിലും മറ്റ് 11 സംസ്ഥാനങ്ങളിലും ഏകപക്ഷീയമായി നടപ്പാക്കുന്ന SIR വോട്ടവകാശം നിഷേധിക്കാനും ജനാധിപത്യത്തെ തകർക്കാനും ലക്ഷ്യമിട്ടുള്ളതാണെന്നും പ്രമേയം കുറ്റപ്പെടുത്തി. 24 ചെന്നൈ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.